മാഡം സെയിം എമോ അല്ലേ സർ? ഡിറ്റോ. പക്ഷേ കഴുത്തിലെ കട്ട് മാത്രം തിരക്കിട്ട് ചെയ്തതാ. എന്നാൽ ആ തിരക്കിനിടയിലും ബ്ലൂ സർജിക്കൽ മാർക്കിടാൻ മറന്നിട്ടില്ല. മാഡം അത് കറണ്ട് ട്രിപ്പായി പോയപ്പോൾ ഞാനൊന്ന് പോയി നോക്കി. DB പൊക്കി വെച്ചിട്ട് വന്നതായിരുന്നു. ആ ടൈമിലാണ് അത് നടന്നത്. താനാരും വരുന്നോ പോകുന്നോ ഒന്നും കണ്ടില്ല? ഇല്ല, ഞാൻ പോയി ഉടനെ തിരിച്ചു വന്നു. എന്തായാലും പേരും അഡ്രസ്സും ഇവിടെ കൊടുത്തേക്കാം. ശരി സാർ. ഇത് ലോബിയില്ലേ സാർ? നെക്സ്റ്റ്. സിജോ സാർ, ക്ലിപ്പെല്ലാം സാറിൻ്റെ ഓഫീസിലെത്തിക്കും. സർ, സർ അയാളുടെ ധൈര്യം സമ്മതിക്കണം അല്ലേ സർ? ബോൾഡായി കയറി വരുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. അതും പ്ലെയിൻ ഡേ ലൈറ്റിൽ. എന്തായാലും ഇപ്രാവശ്യം വിക്ടിമിനെ ബൊലേറോയിൽ കൊണ്ടുവരേണ്ടി വന്നില്ല. അശോകിന്റെ റെസ്റ്റോറന്റിന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഇത് തന്നെയാണ്. So Osler, this is what it looks like. കഴുത്തിന് കീഴേ വലതുഭാഗത്തായി 6 സെന്റിമീറ്റർ നീളത്തിലുള്ള മുറിവ്. ഇറ്റ്സ് സോ പ്രിസൈസ് ആൻഡ് പ്രൊഫൗണ്ട് ദാറ്റ് ഇറ്റ് കട്ട് ദ കാരറ്റഡ് ആർട്ടറി. തലകറക്കം വന്നുകൊണ്ടാണല്ലോ അശോകിനെ ആശുപത്രി പ്രവേശിപ്പിച്ചത്. തലകറക്കം വരാനുണ്ടായ കാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അറിയാൻ പറ്റുമോ? പറ്റും, പക്ഷേ സമയമെടുക്കും. വിൽ ഡു ഓൾ പോസിബിൾ കെമിക്കൽ ടെസ്റ്റ്. അതിൻ്റെ റിസൾട്ട് വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റും. എൻ്റെ പണി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി കിട്ടു കൊടുക്കാം. അന്ന് അശോക് സാറിനെ കാണാൻ വന്നതിൽ 5-ൽ 4 പേരുമായി. ഒരാൾ മാത്രം മിസ്സിംഗ് ആണ് സാർ. അതാരായിരുന്നു? അത് നമുക്കിവിടെ ഗീ സപ്ലൈ ചെയ്യുന്ന ആളാ സാറേ. അയാളെ വിളിച്ചപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞില്ലേ? അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമ്മളെ ഇല്ല സാർ. ഈ കോവിഡിൻ്റെ സമയത്ത് അശോക് സാർ നേരിട്ട് ഏർപ്പാക്കിയതാണേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-1.5 വർഷം, അത് കൂടുതലായിട്ടില്ല സാർ. പിന്നെ അയാളുടെ ഗീ നല്ലതായിരുന്നു. അയാളങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാറൊന്നുമില്ല. ഈ ഫുൾ ടൈം മാസ്ക് ഒക്കെ വെച്ചാൽ നടക്കുന്നത്. പിന്നെ ഒരു കറുത്ത കോട്ടും ഉണ്ടാവും സാറേ. അയാളുടെ വാഹനം ഒരു ബൊലേറോ പിക്കപ്പ് അല്ലേ? ഒരു വെള്ള. അതെ സാർ, ഒരു വൈറ്റ് ബൊലേറോ പിക്കപ്പ്. അയാളുടെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാ? ക്യാഷ്? അല്ല സാർ, നമ്മുടെ ഇതൊരു ചെയിൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്. സോ പുള്ളിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. സാറ് പറഞ്ഞ ഈ അക്കൗണ്ട് ഒരു അജയ് സിയാർ എന്ന ആളുടെ പേരിലുള്ളതാണ്. ഏതാണ്ട് 5 വർഷമായി അക്കൗണ്ട് തുടങ്ങിയിട്ട്. എന്നാൽ ഈ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അതൊരു വിൽട്ടൺ ഹോട്ടലിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. എൻ്റെ മോനൊരു പാവമായിരുന്നു സാറേ. മുളകൊടി മല്ലിപ്പൊടിയുടെ ഹോൾസെയിൽ സപ്ലൈ ആയിരുന്നു അവന്. ചേച്ചി, അജേഷ് എങ്ങനെ മരിച്ചത്? ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. 2 വർഷമായിട്ട് മുമ്പ് പോയിട്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് അല്പം കൂടി ആധികാരികമായും ക്രിയാത്മകമായും വിശദീകരിക്കുന്നതിനായി ഗ്രീൻ എർത്ത് ഇനീഷ്യേറ്റീവിന്റെ നോർത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ ശ്രീമതി വന്ദന ശ്രീവാസ്തവയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി മുണ്ടത്തിക്കോടിന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ റോബിൻ മുണ്ടത്തിക്കോടിനെ ഈ വേദിയിലേക്ക് സവിനയം സസന്തോഷം ക്ഷണിക്കുന്നു. Ladies and gentlemen, namaskaram. My greetings and hello to you all. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരെ, അനദർ ഡെഡ് എൻഡ് അല്ലേ സാർ? 2 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരാളുടെ അക്കൗണ്ട് അവരുപയോഗിക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും റൈം ചെയ്യുന്ന 2 വാക്കുകളാണ്. നമ്മുടെ ആ 3rd വിക്ടിം അശോകിന്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വന്നു. അയാളുടെ സ്റ്റൊമക് വാഷിൽ സൈലോസിബിൻ ടോക്സിക് ലെവലിലുണ്ടായിരുന്നു. സൈലോസിബിൻ? As you might be knowing, it's a neurotoxic substance. ഇതുപോലത്തെ ഡോസേജ് അകത്ത് എന്നാൽ തലകറക്കവും മറ്റും ഉണ്ടാവാം. Some people even might get dosed off. അപ്പോ കില്ലേഴ്സ് അശോക് സെൽവരാജിനെ തലകറക്കം ഉണ്ടാക്കിച്ച ആശുപത്രിയിൽ എത്തിച്ചതിന്റെ മിസ്റ്ററി സോൾവ് ആയി. It will be clear for you when I tell you the story of 2 deserted tiger cubs. മരുഭൂമിയിലെ 2 കടുവകളുടെ വാലുകൾ ഞാനൊരു കപ്പിൽ വരച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകുമെന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. ഇയാളത് പരിഭാഷപ്പെടുത്തി കൊല്ലുമല്ലോ. സത്യം, ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്.
ദിവ്യ, സർ യു ആർ റൈറ്റ്. ആ വരികൾ തർജ്ജമ ചെയ്താണെങ്കിലോ, മറ്റേതെങ്കിലും ഒരു ഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ. It's a translation from an original Latin quote by an 18th century physician called Giovanni Morgani. Yes. ലണ്ടനിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ പുറത്തെഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ. ഡോക്ടർ സതീഷ് മാധവൻ പറഞ്ഞ അനുസരിച്ച് വിളിക്കുന്നതാണ്. ഐ ആം ഡോക്ടർ ഗോവിന്ദരാജ്. സാറ് പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അത് കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാട്ടമി ഡിസെക്ഷൻ ഹാളിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാണ്. Let conversation cease, let laughter flee. This is the place where death delights to help the living. അപ്പോ ഇനി 2 കൊലകൾ കൂടി. സർ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ് ഡിസെക്ഷൻ ഹാളിൽ വരുന്നത്. ഒരു ബാച്ചിൽ 200 കുട്ടികൾ. ഞങ്ങൾ അവരെ 20 പേരുടെ ബാച്ചുകളായി ഗ്രൂപ്പുകളായി തിരിക്കും. മാഡം, ആ കാണുന്ന ടാങ്കുകളൊക്കെ എന്താണ്? ഫോർമലിൻ ടാങ്ക്സ്. അടുത്ത ദിവസം ഡിസെക്ഷനുള്ള കഡാവേഴ്സ് അതിനകത്താണ് ഇട്ടുവെക്കുന്നത്. മാഡം, ഈ സ്ഥലത്ത്, ഐ മീൻ ഈ പർട്ടിക്കുലർ ഹാളിൽ വെച്ചിട്ട് ഒരു ക്രൈമിലേക്കോ കൊലപാതകത്തിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? സർ, ഞാനിവിടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് 14 വർഷമായി. ഇങ്ങനെ എന്തെങ്കിലും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. സാർ, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. സാറിനറിയാമല്ലോ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങളും വാർത്തകളുമാവുന്ന കോളേജുകളിലൊന്ന്. ഇവിടെ അത്തരത്തിൽ എന്തുണ്ടായാലും അത് തീർച്ചയായും ഒരു വാർത്തയാവാതിരിക്കുന്ന പ്രശ്നമില്ല. പ്രതികാരം ചെയ്യാൻ ഒരാളെയോ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരു സൈക്കോപാത്തിനെയോ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രതാപ് സർ. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, എന്തിന് കീറിമുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ കിടത്തുന്ന കെടാവറുകൾക്ക് പോലും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. താങ്ക് യു മാം. സർ.